ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെയും പോലെ തന്നെ ഇന്നും ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല കിഡിലനായിട്ടുള്ള ടിപ്സുകളൊക്കെ ഇതിൽ നിന്ന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടിപ്പ് തന്നെ ഞാനിന്ന് കാണിക്കുന്നത്, നമ്മളെ വീട്ടിൽ ഇതേപോലെ നമ്മൾ കരി പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ഒരു പാത്രങ്ങളുടെ കരിയൊക്കെ പെട്ടെന്ന് പോയി കിട്ടാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടത്. അപ്പോൾ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ ഒഴിവാക്കുന്ന ഈ ഒരു ചീഞ്ഞ തക്കാളി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ തക്കാളിക്ക് നല്ല വില കുറവുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ കുറേയേറെയൊക്കെ തക്കാളി വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ചീഞ്ഞ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അതല്ല, കെച്ചപ്പൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ബോട്ടിലൊക്കെ കെച്ചപ്പ് വാങ്ങുന്നവരാണെങ്കിൽ ആ ഒരു ബോട്ടിൽ കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ കഴുകുന്ന ആ ഒരു ലിക്വിഡ് മതി കേട്ടോ നമുക്ക് ഈ ഒരു പാത്രമൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഈ ഒരു ചീഞ്ഞ തക്കാളി ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് കാണാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു പറ്റി പിടിച്ചിട്ടുള്ള കരിയൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീഞ്ഞ തക്കാളി എത്രത്തോളമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത്രത്തോളം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ പാത്രത്തിൻ്റെ അടിവശത്ത് എവിടെയാണോ പറ്റി പിടിച്ചിട്ടുള്ള കരിയുള്ളത് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പഴയ സ്ക്രബ്ബറൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ. അപ്പം തന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാ ഞാൻ തക്കാളി ഇതേപോലെ ഒന്ന് തേച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ തേച്ചിട്ട് വെക്കുക. എന്നിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു പറ്റി പിടിച്ചിട്ടുള്ള ആ ഒരു കരിപ്പൊടിയൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു തക്കാളി വെച്ചിട്ട് ഇത്രയേറെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ പാത്രം. ഇനി ഒന്നും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഉരച്ചിട്ട് ഇത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പോക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ചീർപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ പാൻ ചീർപ്പും അതേപോലെ സാധാ ചീർപ്പൊക്കെ നമ്മൾ ചീർപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ എല്ലാവരും. അപ്പോൾ കുറേ കഴിയുമ്പം അതിലുള്ള ആ ഒരു അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടത്. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെ ഈ ഒരു ടിപ്പിനായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നല്ല ചൂടുള്ള കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ സോപ്പും പൊടിയോ എന്താണുള്ളത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു പതക്ക് ഇട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഡിഷ് വാഷ് ലിക്വിഡ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അഴുക്ക് പിടിച്ചിട്ടുള്ള ഈ ഒരു ചീർപ്പുകളെല്ലാം ഇതിലോട്ടേക്ക് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് മുക്കി വെക്കട്ടോ. അപ്പോൾ ചൂടുള്ള വെള്ളമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല നമ്മളിതിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പദം ഉള്ളത് കാരണം പെട്ടെന്ന് തന്നെ ഇതിലുള്ള അഴുക്കെല്ലാം നമുക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് പറയുന്നത്. ഇനി നമ്മളിത് 10 മിനിറ്റ് ഇതേപോലെ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഉരച്ച് കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റും. വേഗത്തിൽ തന്നെ ഈ ഒരു ചീർപ്പിലുള്ള അഴുക്കെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ലൈവ് റിസൾട്ട് കാണുന്ന ഒരു ടിപ്പാണിട്ടത്. ഇതേപോലെ നമ്മളൊന്ന് മെല്ലെ പ്രസ് ചെയ്തൊന്നും വേണ്ട, മെല്ലെ ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോഴേക്കും ഇതിലുള്ള ആ ഒരു അഴുക്കെല്ലാം കുതിർന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കും ചെയ്ത് നോക്കണേ. എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ചീർപ്പായാലും പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ ഒരു പാൻ ചീർപ്പിലൊക്കെ ധാരാളം അഴുക്കും ചളിയും എല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ താരനുള്ള ഓരോ തല വരുന്നതും അതേപോലെ മെഴുക്കൊക്കെ ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ എല്ലാം ചീർപ്പെടുത്തിട്ട് ഇതേപോലെ നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു അഴുക്കും അതേപോലെ താരനും എണ്ണമയം എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എത്രത്തോളം അഴുക്കുള്ള ചീർപ്പാണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് അനായാസം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. കഞ്ഞിവെള്ളമൊന്നും ആരും ഒഴിവാക്കി കളയണ്ട. ചോറ് വാർത്ത പാടുള്ള ആ ഒരു കഞ്ഞിവെള്ളം, നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെ ഈ ഒരു ടിപ്പിന് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നാലും നല്ല റിസൾട്ട് നമുക്ക് വേഗത്തിൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ.
അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ പെറ്റുപെരുകി വന്നിട്ടുള്ള കൂറ, പല്ലി, പാറ്റ ഇവകളെല്ലാം നമ്മുടെ കിച്ചണിൽ നിന്നും നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രാണികളൊക്കെ നമുക്ക് കൂടുതലായി കാണുന്നത് നമ്മുടെ കിച്ചണിലാണല്ലോ. അപ്പോൾ ഈ ഒരു കിച്ചണിൽ നമ്മൾ പണികളെല്ലാം കഴിഞ്ഞ് കിച്ചൺ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലോ ഗ്യാസ് സ്റ്റൗവിലോ കൂറ, പല്ലി, പാറ്റ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളിയാട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു വെളുത്തുള്ളിയിൽ നിന്ന് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇതേപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി എടുക്കുമ്പം നമ്മൾ തോലൊന്നും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. തോലോടെ കൂടി ചതച്ചെടുക്കുമ്പോഴേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. നല്ലൊരു സ്മെല്ല് വേണം നമുക്ക്. മെയിനായിട്ട് അതാണ് കേട്ടോ ഇതിന് വേണ്ടി. നല്ല ഈ ഒരു വെളുത്തുള്ളിൻ്റെ സ്മെല്ല് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ നമുക്ക് തോലൊന്നും ഒഴിവാക്കണ്ട. തോല് തന്നെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇടികല്ല് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പച്ചമുളകും അതേപോലെ വെളുത്തുള്ളി അല്ലികളും എല്ലാം ഞാനിതാ ഒരു അമ്മിക്കല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി ചതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കിഴി കെട്ടണം. കിഴി കെട്ടാനായിട്ട് ഇതാ ഞാനൊരു കവറാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ കവറിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കവറ് ഇതേപോലെ ഒന്ന് 2 സൈഡും ഇതേപോലെ ഒരു കത്രിക വെച്ചിട്ടൊന്ന് വെട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലാണ് കേട്ടോ കിഴി കെട്ടിയെടുക്കാൻ പോകുന്നത്. ഈ ഒരു കവറിൽ തുണിയിലേക്കാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു വെളുത്തുള്ളിൻ്റെ സ്മെല്ല് പുറത്തോട്ടേക്ക് അത്ര വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനാണ് കേട്ടോ ഈ ഒരു കവറിൽ തന്നെ കിഴി കെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കവറിലാവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്മെല്ല് നമുക്ക് പുറത്തോട്ടേക്ക് വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ കവറിൽ കെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കവർ ഞാനിതാ കത്രിക വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ നമുക്ക് കെട്ടിയെടുക്കാൻ പാകത്തിൽ ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു കവറിൻ്റെ പീസിൽ ഇതാ ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും ഈ ഒരു കവറിൻ്റെ പീസിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ. അപ്പം ഞാൻ 2 കിഴിയാണ് ഇവിടെ കെട്ടിയെടുക്കുന്നത് കേട്ടോ. 2 പീസ് കവർ ഇതാ അതേപോലെ വെച്ചിട്ട് ഈ ഒരു കവറിലോട്ടേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ഈ ഒരു പീസിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു കവർ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഒരു കിഴി രൂപത്തിൽ ഇതേപോലെ ഒന്ന് കെട്ടിയെടുക്കട്ടോ. കെട്ടിയതിന് ശേഷം നമ്മൾ ഈ ഒരു സ്മെല്ല് നമുക്ക് പുറത്തോട്ടേക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സ്മെല്ല് പെട്ടെന്ന് തന്നെ ഈ ഒരു ജീവികൾക്ക് പുറത്തോട്ടേക്ക് വരും. ഈ ഒരു എന്താ പറയുക, ഈ ഒരു വെളുത്തുള്ളിൻ്റെ സ്മെല്ല് പുറത്തോട്ടേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഒരു അലർജി ആയിരിക്കും. ഈ ഒരു വെളുത്തുള്ളിൻ്റെ സ്മെല്ലും അതേപോലെ പച്ചമുളകിൻ്റെ സ്മെല്ലും ഭയങ്കര ഒരു അലർജി ആയിരിക്കും ഇവർക്ക്. അപ്പോൾ ഈ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഇവർ ആ ഒരു വശത്തേക്കേ വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കവറിൽ ഇതാ ഇത് വെച്ചിട്ട് ഇതേപോലെ ഒരു കിഴി രൂപത്തിലൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയാണോ നമ്മൾ പല്ലി, പാറ്റ, കൂറ നമ്മുടെ കിച്ചണിൽ ഏത് ഭാഗത്താണോ നമ്മൾ വരാറുള്ളത് ആ ഒരു ഭാഗത്തൊക്കെ ഈ കിഴി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് രാത്രിയിലായിരിക്കും നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കി കിച്ചണിന് അകത്തേക്ക് പോകുന്ന ആ ഒരു സമയങ്ങളിലായിരിക്കും പല്ലി, പാറ്റ, കൂറൊക്കെ ഭക്ഷണം തേടി വരുന്ന ആ ഒരു സമയം. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഇതേപോലെ ഓരോ കിഴികളും പല്ലി, പാറ്റ, കൂറൊക്കെ കണ്ടുവരാറുള്ള ആ ഒരു സ്ഥലങ്ങളിൽ ഇതേപോലെ വെച്ച് കൊടുക്കട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വെളുത്തുള്ളിൻ്റെ സ്മെല്ല് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ടിട്ട് ഒരിക്കലും നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലോ ഗ്യാസ് സ്റ്റോപ്പിലോ ഒന്നും ഇവകൾ വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ചില വീടുകളിലൊക്കെ ഭയങ്കര ശല്യമായിരിക്കും, രാത്രിയിലായിരിക്കും ഭയങ്കരമായിട്ട് ശല്യം ഉണ്ടാവുക പല്ലിൻ്റെയും പാറ്റൻ്റെയും കൂറൻ്റെയും ഒക്കെ. അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിലും ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു ഇഴജന്തുക്കളൊന്നും നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തോ അതേപോലെ കിച്ചണിലോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തും നമ്മുടെ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ചേര, പാമ്പ്, അങ്ങനത്തെ ഈ ഒരു ഇഴജന്തുക്കൾക്കും നമ്മൾ വെളുത്തുള്ളി ചതച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എവിടെയാണോ നമ്മൾ ചേര, പാമ്പിനെയൊക്കെ കാണാറുള്ളത് ആ ഒരു വശങ്ങളിലൊക്കെ ഇതേപോലെ വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ചേര, പാമ്പൊന്നും വരാനും ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പഴയ കണ്ടെയ്നർ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാഴ്സലൊക്കെ ഫുഡ് വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ഈ ഒരു കണ്ടെയ്നർ നമുക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നും കേട്ടോ ചില സമയത്ത്. അപ്പോൾ അത് അതിനായിട്ട് ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടിവശത്ത് ഇതേപോലെ ഒന്ന് പപ്പടക്കൂല് ചൂടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് നമ്മൾ പാത്രം ഉരച്ച് കഴുകുന്ന സ്ക്രബ്ബറോ തുണിയോ സ്പോഞ്ചോ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു
വസ്തു നമ്മൾ പാത്രമൊക്കെ കഴുകൽ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് വെക്കട്ടോ. ഇതേപോലെ നമ്മളിങ്ങനെ കുത്തനെ സിങ്കിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതേപോലെ വെക്കുന്ന സമയത്ത് ഇതിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമെല്ലാം നമുക്ക് ഈ ഒരു പാത്രത്തിൽ വീണിട്ട് ഇങ്ങനെ സിങ്കിലോട്ടേക്ക് ഇങ്ങനെ പോയി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സ്ക്രബ്ബർ നല്ല ഉണങ്ങിയതുപോലെ ഉണ്ടാവും. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ആ ഒരു സ്ക്രബ്ബറിൻ്റെ മുകളിൽ ഉണ്ടാവില്ല, നല്ല ഉണങ്ങിയതുപോലെ ഉണ്ടാവും കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുന്നത് കൊണ്ടിട്ട് അതിൽ കുറേ ജേംസും അണുക്കളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പം ഈ ഒരു സ്ക്രബ്ബ് എടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെ നല്ല ഉണങ്ങിയതുപോലെയുള്ള സ്ക്രബ്ബർ നമുക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സിങ്കിൻ്റെ സൈഡിൽ ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു പാത്രത്തിന്, അപ്പോൾ അതിൽ വെള്ളം തങ്ങി നിൽക്കാതെക്കാൻ വേണ്ടിയിട്ടാട്ടോ ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ കണ്ടില്ലേ, വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു സ്ക്രബ്ബർ ഇങ്ങനെ കുത്തനെ വെക്കുന്ന സമയത്ത് ഇതിലുള്ള വെള്ളമൊക്കെ വിട്ടിട്ട് ഈ ഒരു സിങ്കിലോട്ടേക്ക് വീണിട്ട് നല്ല ഉണങ്ങിയ റബ്ബർ നമുക്ക് പാത്രം തേക്കാനായിട്ട് കിട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു വലിയ ഉള്ളിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ ഉള്ളിൻ്റെ നടു ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിൻ്റെ നീരെല്ലാം നമുക്ക് പുറത്തോട്ടേക്ക് സ്മെല്ല് നല്ല രീതിയിൽ തന്നെ പുറത്തോട്ടേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നീരെല്ലാം പുറത്തോട്ടേക്ക് വേഗത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഇനി ഞാനിതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ ഒരു കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ഉള്ളിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കട്ടോ. വിരൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കിച്ചൺ സിങ്കിലെ ഡ്രൈനേജ് ഹോളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഈ ഒരു കിച്ചൺ സിങ്കിലെ ഡ്രൈനേജ് ഹോൾ കൂടാണ് പഴുതാര, അതേപോലെ പല്ലി, കൂറ, ചേരട്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ആ ഒരു നനവ് ഉള്ളത് കൊണ്ടിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ടേക്ക് ഇങ്ങനെ വന്നു തുടങ്ങും. കിച്ചണിലൊക്കെ ഉണ്ടാവും. നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു സിങ്കിൽ പല്ലി, കൂറൊക്കെ വീണ് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ പല്ലിയൊക്കെ വീണ് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഇതിന്ന് പുറത്തോട്ടേക്ക് കഴിച്ചിലായി പോകാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെ വഴുക്കി കളിക്കല്ലോ സിങ്കിലൊക്കെ വീണ് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് പാത്രം കഴുകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കതെല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും അതേപോലെ പല്ലി, പാറ്റ, കൂറൊക്കെ വരാറുള്ള ഭാഗങ്ങളിലൊക്കെ ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മഞ്ഞൾപ്പൊടിൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ ഉള്ളിൻ്റെ സ്മെല്ലൊക്കെ അവർക്ക് ഭയങ്കര ഒരു അലർജി ഉള്ള സ്മെല്ലായത് കൊണ്ടിട്ട് തന്നെ ഈ ഒരു ജീവികളൊന്നും നമ്മുടെ കിച്ചണിൽ വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കാം. വെള്ളിയുള്ളി ആയാലും അതേപോലെ മഞ്ഞൾപ്പൊടി ആയാലും എല്ലാം നമ്മുടെ കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻ്റ് തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരിക്കലും ഇവ വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് ചെറുപയർ മുളപ്പിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറുപയർ വെള്ളത്തിലിടുന്നതും അതേപോലെ വെള്ളത്തിലിട്ട് 8 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് പിന്നെ ഒരു വെള്ള തുണിയിൽ ഈ ഒരു നനവോടെ തുണിയിലേക്ക് ഇട്ടിട്ട് കെട്ടി വെക്കട്ടോ. കെട്ടി വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചെറുപയറിന് മുള പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു മുളപ്പിച്ച ചെറുപയർ ഉപ്പേരി വെക്കുമ്പോഴും അതേപോലെ കറി വെക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തി ഫുഡുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.